അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ ജനനത്തിൽ ലോകം മുഴുവൻ സന്തോഷിച്ചു. എന്നാൽ റാമായിൽ നിന്ന് ഒരു വിലാപം ഉയർന്നു, ഒരു നിലവിളി ഉയർന്നു. അത് സ്വർഗം വരെ എത്തുമായിരുന്നു. റാമായിലെ ആ നിലവിളി ഹെറോദേസിൻ്റെ അധികാര ഭ്രാന്തിൻ്റെ വിലയായിരുന്നു. ഈ നിലവിളി ഇന്നും ഉയരുന്നുണ്ട്. ലോകം വളർന്നു, മനുഷ്യൻ വളർന്നു, നമ്മുടെ എല്ലാം ജീവിതശൈലിയെല്ലാം മാറ്റപ്പെട്ടു. പഴയതെല്ലാം പോയി, കാര്യങ്ങൾ എളുപ്പമായി, ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് എല്ലാം വന്നു. ഈ സന്തോഷത്തിനിടയിലും ഒരു വിലാപം ഉയരുന്നുണ്ട്. ആ വിലാപം ഉയരുന്നത് റാമായിൽ നിന്നല്ല, ആ വിലാപം ഉയരുന്നത് അമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നാണ്. മാതൃത്വം, പിതൃത്വവും ദൈവം നൽകിയത് ദൈവമക്കൾക്ക് ജന്മം നൽകുവാനും ദൈവത്തിനു വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുവാനുമാണ്. എന്നാൽ ഒരു കുട്ടിക്ക് പൂമത്തെയാകേണ്ട ഉദരങ്ങൾ ഇന്ന് ശവപ്പറമ്പുകളായി മാറ്റപ്പെടുന്നു. ഉദരത്തിൽ വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ സംഖ്യ കൂടി വരുന്നു. ഉദരങ്ങളിൽ വെട്ടി നുറുക്കപ്പെടുന്ന ശിശുക്കളുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്താതിരിക്കുമോ? ഒരിക്കലും എത്താതിരിക്കില്ല. ആ നിലവിളി ദൈവം തീർച്ചയായും ശ്രവിക്കും. പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ദിവസവും വധിക്കപ്പെടുമ്പോൾ ജീവൻ നൽകേണ്ട, ജീവൻ പരിപാലിക്കേണ്ട, ജീവനെ പരിപോഷിപ്പിക്കേണ്ട മനുഷ്യർ ആ ജീവനെ നശിപ്പിക്കുവാൻ, അമ്മയുടെ ഉദരത്തിൽ വന്ന് നശിപ്പിക്കുവാൻ കത്തിയെടുക്കുമ്പോൾ സ്വർഗം വേദനിക്കുന്നു. അവരുടെ നിലവിളി കണ്ട് ദൈവം ദുഃഖിക്കുന്നു. ആ വേദന മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ആ വേദന അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ മനസ്സിലെ ആ നൊമ്പരം നമുക്കും ഒരു നൊമ്പരമായി മാറണം. ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തുവാൻ നമുക്ക് സാധിക്കണം. ഭ്രൂണഹത്യയിലൂടെ വധിക്കപ്പെടുന്ന ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കണ്ണീരൊഴുക്കുവാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, റാമായിലെ വിലാപം ഇന്നും നമുക്കെതിരെ നിൽക്കും. ഹെറോദേസ് അധികാരത്തിനും സ്ഥാനത്തിനും വേണ്ടി കുഞ്ഞുങ്ങളെ വധിച്ചെങ്കിൽ, നാം ഇന്ന് ജീവിത സൗകര്യങ്ങളുടെ പേരിൽ, സാമ്പത്തിക ബാധ്യതകളുടെ പേരിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനെന്ന് വന്നോ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ബഹുമാനം കിട്ടാൻ വേണ്ടി ഉദരങ്ങൾ അടയ്ക്കുകയും ഉദരങ്ങളിൽ ദൈവം തന്ന ശിശുക്കളെ നാം വധിക്കുകയും ചെയ്യുന്നില്ലേ? നമുക്ക് അനുഭവിക്കാം. നമുക്ക് ലോകം മുഴുവനും വേണ്ടി നമുക്ക് കർത്താവിൻ്റെ കരുണ യാചിക്കാം. ദൈവം നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.